കർത്താവേ, സ്വർഗ്ഗസ്ഥപിതാവേ, പിന്നെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾ അടുത്തു വരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ കർത്താവെ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കുകയും ആവശ്യമായിരിക്കുന്ന സ്വർഗ്ഗീയ ആലോചനകൾ തന്നെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സർവേയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ യോശുവയുടെ പുസ്തകം നമ്മൾ പഠിച്ചു തീർക്കുകയുണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. പുസ്തകം എല്ലാവരും എടുത്തിട്ടുണ്ടെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. എനിക്ക് ആദ്യത്തെ പ്രയോഗം മാത്രം മതി, യോശുവയുടെ മരണശേഷം. അപ്പോൾ യോശുവയുടെ മരണശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ദി കണ്ടൻസ് ഓഫ് ദ ബുക്ക് ഓഫ് ജഡ്ജസ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ജോഷുവ. ജോഷുവയുടെ മരണശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തുടങ്ങിയ വാക്യത്തിൽ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യോശുവയുടെ മരണശേഷം. അപ്പോൾ യോശുവയുടെ മരണശേഷം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതുവരെ എന്നാരും ചോദിച്ചില്ല. നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ യോശുവയുടെ മരണശേഷം ഇന്ന് വരെയുള്ള കാര്യങ്ങളുണ്ടോ അതിനകത്ത്, പുസ്തകത്തിനകത്ത്? ഇല്ല. അപ്പോൾ പിന്നെ എന്ന് വരെയുള്ള കാര്യങ്ങളുണ്ടാവും? യോശുവയുടെ മരണം മുതൽ എന്ന് വരെയുള്ള കാര്യങ്ങൾ, എന്ന് വരെയുള്ള കാര്യങ്ങൾ ശൗൽ രാജാവിൻ്റെ സ്ഥാനാരോഹണം വരെ. സോ ഫ്രം ദ ഡെത്ത് ഓഫ് ജോഷുവ ടു ദി അസെൻഷൻ ഓഫ് സോൾ, ഈ അതിനിടയ്ക്കുള്ള കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. യോശുവയുടെ മരണം കഴിഞ്ഞ് 1-ാമത്തെ രാജാവായ ശൗൽ അധികാരത്തിൽ വരുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ചരിത്ര പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ ചരിത്രത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പേരുകൾ, വർഷങ്ങൾ, യുദ്ധങ്ങൾ. അതുകൊണ്ടാണ് പലരും ചരിത്രം വിട്ട് ഓടിപ്പോയേക്കുന്നത്. അതുകൊണ്ട് ചരിത്രം പഠിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ അതൊക്കെ കുറച്ചിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ പറയാതെ നമുക്ക് ചരിത്രം പഠിക്കാൻ ഒക്കുകയില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ 2 പേര് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്ന് മുതൽ എന്ന് വരെ എന്ന് പറഞ്ഞപ്പം 2 പേരുടെ പേരാണ് പറഞ്ഞത്. ആരുടെയൊക്കെ പേര്? യോശുവയും ശൗലും. യോശുവയുടെ മരണവും ശൗലിൻ്റെ സ്ഥാനാരോഹണവും, രാജാവായിട്ടുള്ള സ്ഥാനാരോഹണവും. അപ്പോൾ രാജാവായിട്ട് ശൗല് സ്ഥാനം ആരോഹണം എടുത്തപ്പോൾ കാലം മാറി. അപ്പോൾ ഇപ്പോൾ ന്യായാധിപന്മാർ കഴിഞ്ഞ് പിന്നെ അപ്പോൾ എന്ത് കാലമായി? രാജാക്കന്മാരുടെ കാലമായി. അപ്പോൾ പുസ്തകത്തിൻ്റെ പേരും എങ്ങനെ മാറും? രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പേര് മാറും. നിങ്ങളുടെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞിട്ട് രാജാക്കന്മാരുടെ പുസ്തകം അല്ലല്ലോ, ശാമുവേലിൻ്റെ പുസ്തകം അല്ലേ എന്നുള്ളതുകൊണ്ടല്ല. എന്നോട് പിണങ്ങിയിട്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ശാമുവേലിൻ്റെ പുസ്തകം മുതൽ അങ്ങോട്ടുള്ള പുസ്തകങ്ങളെ കിങ് ബുക്സ് എന്നാണ് വിളിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം എന്നാണ്. 1 ശാമുവേൽ, 2 ശാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, ഇതെല്ലാം കിങ് ബുക്സാണ്. രാജാക്കന്മാരുടെ കാര്യം പറയുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ രാജാവെന്ന് 2 ഉള്ളെങ്കിലും ഈ ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ എവിടുത്തെ ദിനവൃത്താന്തമാണ്? രാജസദസ്സിലെ. അപ്പോൾ രാജാവ് അവിടെ ഉണ്ട്. പിന്നെ ആരാണ് രാജാവിനെ വാഴിച്ചത്? ശാമുവേലാണ്. അതുകൊണ്ട് ശാമുവേലിൻ്റെ എന്നുള്ള പുസ്തകം കണ്ട ഉടനെ നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പം ശൗല് അധികാരത്തിൽ വരുന്ന 1 ശാമുവേൽ മുതൽ മുന്നോട്ടുള്ള പുസ്തകങ്ങളൊക്കെ എന്ത് ബുക്കുകളാണ്? രാജാക്കന്മാരുടെ പുസ്തകങ്ങളാണ്. 2 പുസ്തകത്തിന് മാത്രമേ രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പേരുള്ളൂ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. എല്ലാം രാജാക്കന്മാരുടെ പുസ്തകമാണ്. അപ്പോൾ ഇവിടെ വിഷയം നിങ്ങൾ ഒന്നുകൂടെ ഗ്രഹിക്കുക. യോശുവയുടെ മരണശേഷം മീൻസ് യോശുവ ഈ ജനത്തെ വാഗ്ദത്ത നാട്ടിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുക. യോശുവയുടെ പുസ്തകത്തിൽ എന്താ? എൻ്ററിങ്, ഓവർകമ്മിങ്, ഓക്കുപ്പൈങ്. അവരെ പ്രവേശിപ്പിച്ചു, ശത്രുക്കളെ നീക്കിക്കളഞ്ഞു, എന്നിട്ട് അവകാശം അവർക്ക് വീതിച്ചു കൊടുത്തു. അതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ചീട്ടിട്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അവകാശം വീതിച്ചു കൊടുത്തു. അവർ പണിതിട്ടില്ലാത്ത വീടുകളും അവർ നട്ടിട്ടില്ലാത്ത ഫലങ്ങളും ഒക്കെ അനുഭവിക്കുവാനുള്ള ഭാഗ്യം കൊടുത്ത്. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു ജനവിഭാഗം, ചരിത്രകാരന്മാരുടെ പേരിൽ പറഞ്ഞാൽ നൊമാഡിക് പീപ്പിൾ കെയിം ടു എ സെറ്റിൽഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആളുകൾ ഇപ്പോൾ സെറ്റിൽമെൻറ്റിലായി. സെറ്റിൽമെൻറ്റ് അവർക്കൊരു അടിസ്ഥാനവും താമസിക്കാനൊരു ഒരു സ്ഥലമൊക്കെ ആയി, വീടും കുടിയും പേരും പെരുമയൊക്കെ ആയി, ഒരു രാഷ്ട്രമായിട്ട് അവരിനി ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ആകാൻ വേണ്ടിയാണ് ഇവരെ ദൈവം എവിടുന്ന് കൊണ്ടുവന്നത്? മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തി കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു മേക്ക് ദം എ നേഷൻ. അവരൊരു രാജ്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ രാജ്യമാകാൻ വേണ്ടി നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കണം. രാജാക്കന്മാരാകണമെങ്കിൽ രാജ്യം വേണം. അപ്പം രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് അവരെയും കൊണ്ട് വന്നത്. അങ്ങനെ വന്ന് ഇവിടെ എത്തി അവർ നിൽക്കുന്നു. അപ്പോൾ ഈ 2 ആളുകളുടെ
ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വൺ ഈസ് ജോഷുവ ആൻഡ് ദി അതർ വൺ ഈസ് സോൾ. അപ്പം ഹൗ മെനി ഇയേഴ്സ്, എത്ര കൊല്ലം? കാരണം ചരിത്രത്തിൽ പേരും വർഷവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഒത്തിരി വർഷങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ലെങ്കിലും എത്ര വർഷത്തിൻ്റെ അന്തരമുണ്ട്? 350 ഇയേഴ്സ്, 350 കൊല്ലമാണ് കാലഘട്ടം, ചരിത്ര കാലഘട്ടം. അപ്പം 3.5 നൂറ്റാണ്ട് എന്ന് കണക്കാക്കിക്കോളൂ. 350 കൊല്ലത്തെ ചരിത്രം ഈ ഒറ്റ പുസ്തകത്തിനകത്ത് ഉണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് 350 കൊല്ലത്തെ ചരിത്രം. യോശുവ മരിച്ചു, ഇനി ഒന്നാമത്തെ രാജാവായ ശൗൽ സ്ഥാനാരോഹണം ചെയ്യുന്നത് വരെയുള്ള 350 കൊല്ലത്തെ ചരിത്രം ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ ഈ പുസ്തകം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നോട്ട് ദി ക്രൊണോളജിക്കൽ ഓർഡർ. ഓരോ ആൾ കഴിഞ്ഞ് ആര് വന്നു എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. അത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോഴും ഓരോരുത്തർ കഴിഞ്ഞ് ഓരോരുത്തർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ തന്ന ചാർട്ടിനകത്ത് അങ്ങനെ ഇസ്രായേൽ ഭരിച്ച എല്ലാ രാജാക്കന്മാരുടെയും ലിസ്റ്റ് ഒരു ചാർട്ടിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ എത്ര രാജാക്കന്മാർ ക്രമത്തിൽ വന്നു എന്നുള്ളതും എത്ര ദിവസം ഭരിച്ചെന്നും എത്ര വർഷം ഭരിച്ചെന്നും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ക്രോണോളജി അല്ല, അല്ലെങ്കിൽ ഭരണക്രമമല്ല പ്രധാനപ്പെട്ടത്, ആത്മീയ പ്രാധാന്യമാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പം ആര് കഴിഞ്ഞ് ആര് വന്നു എന്നുള്ളത് തെറ്റിപ്പോയാലും, ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഗിദെയോനാണോ ആദ്യം ശിംശോനാണോ ആദ്യം എന്ന് ചോദിച്ചാൽ രണ്ടുപേരെങ്കിലും തെറ്റിക്കുമെന്ന് എനിക്കറിയാം. ഗിദെയോൻ ഞാൻ രണ്ട് ന്യായാധിപന്മാരുടെ പേരാണ് പറഞ്ഞത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നല്ലേ? അവരെ രണ്ടുപേരും നിങ്ങൾക്ക് പരിചയമുണ്ട്. യേഹൂദാണോ ശങ്കറാണോ എന്ന് ചോദിച്ചാലോ അപ്പോഴും നമുക്ക് ആരാണ് ആദ്യം എന്നുള്ളത്, ഇപ്പം ആരാ ആദ്യം എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. യേഹൂദിൽ എന്താ കാണേണ്ടത്, ശങ്കറിൽ എന്താ കാണേണ്ടത്, ഒന്തിയേലിൽ എന്താ കാണേണ്ടത്, ആത്മീയമായിട്ട് അവരിൽ നിന്ന് എന്താ പഠിക്കാനുള്ളതെന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോളേജിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലായിരുന്നെങ്കിൽ ഈ ക്രമം പഠിച്ച് വർഷം പറഞ്ഞില്ലായിരുന്നെങ്കിൽ മിക്കവാറും മാർക്ക് മിസ് ചെയ്തേനേയും. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഒന്തിയേൽ കഴിഞ്ഞിട്ട് ഏത് ന്യായാധിപനാണ് വന്നത്, തെറ്റിച്ചാൽ ഉടനെ ഔട്ട്, അങ്ങനെ പറയുമോ? ഇല്ല. അവരിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടിയിരുന്ന ആത്മീയ കാര്യമാണ് ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട ഹിസ്റ്ററി ആണെങ്കിലും എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചരിത്രമാണ് പഠിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഒരു അല്പം ടെൻഷൻ ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ചരിത്രമാണെങ്കിലും ടെൻഷൻ വേണ്ട. ഒരു വർഷം തെറ്റിപ്പോയാലും പേര് തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഇവർ നമുക്ക് നൽകുന്ന ആത്മീയ പാഠം എന്തെന്നുള്ള കാര്യമാണ് സുപ്രധാനം. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. പുസ്തകത്തിൻ്റെ രചയിതാവ്, ഓതർ ആരാണെന്ന് വ്യക്തമല്ല. എന്നാൽ ട്രഡീഷൻ സെയ്സ് എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഇത് ശമൂവേൽ എഴുതിയതാകാനാണ് സാധ്യത. കാരണം ശമൂവേൽ തന്നെയും ഒരു ന്യായാധിപൻ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ശമൂവേൽ, അത് മാത്രമല്ല പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ബൈബിളിൽ തന്നെ സൂചനയുണ്ട്. ശമൂവേലിൻ്റെ വൃത്താന്ത പുസ്തകം എന്ന് നിങ്ങൾ വായിച്ചത് എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ, ശമൂവേലിൻ്റെ വൃത്താന്ത പുസ്തകം മീൻസ് അദ്ദേഹം വൃത്താന്തങ്ങൾ എഴുതുന്ന സ്വഭാവമുള്ള ആളായിരുന്നതുകൊണ്ട് അദ്ദേഹം എഴുതുമായിരുന്നു. അതുകൊണ്ട് മിക്കവാറും ഈ പുസ്തകവും അദ്ദേഹം എഴുതിയതാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് ഒക്കുകയില്ല എന്ന് മാത്രം ഓർക്കുക. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. പിന്നെ ആ തലമുറയൊക്കെയും എന്ന് പറഞ്ഞാൽ ഈ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച്, മരുഭൂമിയിൽ ഒരു തലമുറ പോയി, പിന്നെ ഒരു പുതിയ തലമുറയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുവരെയാണ് യോശുവ ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആ തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. ആ തലമുറയൊക്കെയും പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അപ്പോൾ പുതിയൊരു തലമുറ ഉണ്ടായി. ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു ജനതതി. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ വാക്യം വളരെ സിമ്പിളാണ്. ദൈവം നേരിട്ട് വരെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ മന്ന പൊഴിച്ചു കൊടുത്തതും, യോശുവയുടെ പുസ്തകത്തിൽ മന്ന നിന്നുപോയി എന്നൊക്കെ വായിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അവർ ഈ ദേശത്ത് പ്രവേശിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. പിന്നെ അവർ മന്ന അങ്ങനെ പൊഴിഞ്ഞു വീണെന്ന് കണ്ടിട്ടില്ല. പിന്നെ ഉണ്ടായ മക്കളൊക്കെ പറഞ്ഞു കേട്ട് കാണും, ഇതൊക്കെ എന്ത് സാധനം, ഞങ്ങളൊക്കെ പണ്ട്. എനിക്ക് തോന്നുന്നത് മന്ന തിന്നപ്പോൾ അവർ പരാതിപ്പെട്ടത് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എപ്പോഴും പരാതി മാത്രമൊന്നും ആയിരിക്കുകയല്ല. ആ വീട്ടിൽ അവിടെ കുബൂസ് ആയിരിക്കും കൊടുത്തതല്ലേ. കുബൂസ് കൊടുത്തപ്പം, അല്ലെങ്കിൽ നമ്മൾ ദോശയോ ചപ്പാത്തിയോ കൊടുത്തപ്പം, ഈ പുട്ടൊക്കെ കൊടുക്കുമ്പോൾ രാവിലെ വീട്ടിലെല്ലാവരും പറയുന്നത് അമ്മ രാവിലെ എഴുന്നേറ്റ് കുത്ത് തുടങ്ങിയതായിരുന്നു, പുട്ട് കുത്താനേ. ഇത് മാത്രം എന്നും ഈ കുത്ത് മാത്രമേ ഉള്ളൂ എന്ന് പല വീട്ടിലും പറയുന്നത് പോലെ. കാരണം അമ്മയ്ക്ക് എളുപ്പമുള്ളൊരു സാധനം അമ്മ ഉണ്ടാക്കിയതാണ്. തലേദിവസം അരച്ചു മാറ്റിയൊന്നും വെക്കേണ്ട കാര്യമില്ല.
രാവിലെ എഴുന്നേറ്റ് പൊടി നനച്ച് ഒരു കുത്തു കുത്തിയാൽ പൂട്ടായി. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ എന്നും ഒരു കുത്ത് എന്ന് പറഞ്ഞതുപോലെ ഈ പല വീട്ടിലും ഇസ്രായേലിൽ വന്നു ചേർന്ന കനാൻ ദേശത്തെ പല ആളും പറഞ്ഞു കാണും അമ്മയ്ക്ക് എന്നും ഒരു പരത്ത്, അമ്മയ്ക്ക് എന്നും ഒരു കുത്തെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു കാണും പിന്നെ ഞങ്ങൾ പണ്ട് എന്ത് കഴിച്ചിട്ടുണ്ട്, മന്ന കഴിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഇരിക്കും, തേൻ കൂട്ടിയ ദോശ പോലെ ഇരിക്കും, അത് സ്വർഗത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ. അപ്പോൾ അവർ പറഞ്ഞാണ് പിന്നെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് ഇതുവരെ ഇപ്പം ഞങ്ങളാരും പൊഴിഞ്ഞ് കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ പലതും പൊഴിഞ്ഞെന്നൊക്കെ ചുമ്മാ പറയുന്ന. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ ഈ തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ദൈവം നേരിട്ടിങ്ങനെ അവർ വേണേൽ ചോദിച്ചു കാണും പിന്നെ ദൈവം നൂലെ കെട്ടിയാണോ തരുന്നതെന്ന്. എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പം ദൈവം നൂലെ കെട്ടി. ഞാൻ അപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ളത് നൂലെ കെട്ടി തരാൻ പറ്റാത്ത ദൈവം എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണത്തിന് നൂലെ കെട്ടി തരണമെങ്കിലും ദൈവത്തിന് തരാനായിട്ട് സാധിക്കും. നൂലില്ലാതെയും തരാൻ സാധിക്കും, നൂലുണ്ടെങ്കിലും തരാൻ സാധിക്കും. അങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കേണ്ടത്. അപ്പം ഈ അമ്മമാരൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് കാണും ഈ പഴയ അനുഭവങ്ങളൊക്കെ. കാടപ്പക്ഷി വന്നു വീണതും, മന്ന ലഭിച്ചതും, യോർദാൻ രണ്ടായിട്ട് പിളർന്നതും, ചെങ്കടൽ പിളർന്ന കാര്യം ഒക്കെ പലരും പറഞ്ഞു കൊടുത്ത് കാണും. അപ്പോൾ അത് കേട്ടുകേൾവി മാത്രമുള്ള ഒരു തലമുറ, നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തലമുറ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കൊക്കെ ഈ ദുര്യോഗമുണ്ട്. നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നത് ഒരു പക്ഷേ ഒന്നാം തലമുറയായിട്ടായിരിക്കാം. എന്നാൽ 2-3 തലമുറയും കഴിയുമ്പോഴത്തേക്ക് അല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഭ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബൈബിൾ പഠനം എന്നൊക്കെ പിള്ളേർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങും. കാരണം അവർ ഇപ്പം നമ്മളിടയ്ക്ക് ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം കൂടെ ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ഞാൻ പള്ളിയിലെ കുർബാനയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ പിള്ളേരിങ്ങനെ നോക്കും എവിടെ ഏത് പള്ളി ഏത് കുർബാന. അവർ പള്ളിയിലും പോയിട്ടില്ല, കുർബാന ഇവിടെ ഇരിക്കുന്ന വയസ്സുള്ളവർക്ക് മനസ്സിലായി, പക്ഷേ പിള്ളേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അവർ പള്ളിയും കണ്ടിട്ടില്ല, ധൂപക്കുറ്റി വീശുന്ന കണ്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ എന്ത് കുറ്റി എന്നവർ ചോദിക്കും ഇല്ലേ. കാരണം അവർ കുറ്റിയും കണ്ടിട്ടില്ല, ധൂപവും കണ്ടിട്ടില്ല. കാരണം അവർ ജനിച്ചത് തന്നെ വേർപെട്ട ഒരു സഭയിലാണ്. അപ്പം അത് അങ്ങനത്തെ ഒരു ദുര്യോഗം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇങ്ങനെ വേർപെട്ട സഭകളിലെ യുവാക്കന്മാർക്ക് വേണ്ടി ചിലപ്പം മീറ്റിങ്ങുകൾ നടത്തുമ്പം എന്നെ പലപ്പോഴും ക്ഷണിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ നടത്തുന്ന ആളിൽ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്, ഇവരാരും ഒരു നേരിട്ടുള്ള ദൈവാനുഭവമുള്ള ആളുകളല്ല. ഞങ്ങൾ പള്ളി വന്നതുകൊണ്ട് അല്ല, അവർ കുറേ നാൾ യാക്കോബ പള്ളി പോയവരാണ്, ഇപ്പോൾ അല്ലെങ്കിൽ കത്തോലിക്ക പോയവരാണ്. ഇപ്പോൾ അപ്പനും അമ്മയ്ക്കും ബോധ്യം ഉണ്ടായതുകൊണ്ട് എവിടെ പോകാൻ തുടങ്ങി, ഒരു വേർപെട്ട അല്ലെങ്കിൽ ഒരു സുവിശേഷ വിഹിത സഭയിൽ പോകാൻ തുടങ്ങി. അത് അവർക്കിഷ്ടമുണ്ടായിട്ട് പോയതല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത്ര നാൾ അപ്പം പോയപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി, ഇപ്പോൾ അപ്പൻ ഇങ്ങോട്ട് പോയപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുള്ളതല്ലാതെ ഇവരുടെ ഹൃദയത്തെ ഒന്നും ഇതൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ യൂത്ത് മീറ്റിംഗ് വയ്ക്കും. എന്നിട്ട് ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാരെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് പറയാം ഇവരെ ഒന്ന് നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനിലേക്ക് കൊണ്ടുവരാം. ഞങ്ങളുടെ ഒരു പാട് അവർക്ക് കഴിയാത്ത കാര്യം. ഈയിടെ എൻ്റെ ഒരു സ്നേഹിതൻ ഒരു കൊച്ചിനെ കൊണ്ട് കൗൺസിലിങ്ങിന് സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കെ ചെന്നു. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൈക്കാട്രിസ്റ്റ് എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊച്ചിന് എത്ര വയസ്സായി? 25. 25 കൊല്ലം നിങ്ങൾ നോക്കിയിട്ട് നടങ്ങാഞ്ഞ കാര്യം എന്നോട് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറഞ്ഞേക്കുക അല്ലേ. അവിടെ വേഗം വീട്ടിൽ കൊണ്ടുപോയി മര്യാദയ്ക്ക് നിങ്ങൾ തന്നെ നോക്കിക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇതൊരു യൂത്ത് മീറ്റിങ്ങിൽ സാധിക്കുന്ന കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു റിട്രീറ്റിൽ സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ഇത് വീട്ടിലൊക്കെ പിള്ളേരെ എന്ത് ചെയ്യണം, പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ അതിടയ്ക്ക് എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെയാണ് വിഷയം കേട്ടോ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ തലമുറയുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. അവർക്ക് നേരിട്ടുള്ള ദൈവാനുഭവം ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ദൈവത്തിന് കൊച്ചുമക്കളില്ല, ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദൈവവുമായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധത്തിലും അനുഭവത്തിലും വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ മക്കളെയൊക്കെ അതിലേക്ക് നമ്മൾ നയിക്കണം എന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തലമുറ വളർന്നു വന്നു. ആ തലമുറ വളർന്നു വന്നതുകൊണ്ട് അവരെന്ത് ചെയ്തതെന്ന് ഈ പുസ്തകം നിങ്ങൾ വായിച്ചെങ്കിൽ കണ്ടു കാണും. പല സന്ദർഭങ്ങളിലും അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. അവർക്ക് ദൈവത്തോട് അത്ര ബഹുമാനം തോന്നിയില്ല. അതുതന്നെയാണ് ഞാൻ ഈ പറഞ്ഞ തലമുറയ്ക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. ദേ ലെഫ്റ്റ് ദ റിയൽ ഗോഡ് ആൻഡ് ജാതികളൊക്കെ ആരാധിച്ചിരുന്ന ബാൽ വിഗ്രഹങ്ങളും അസ്തരോത്ത് പ്രതിഷ്ഠകളും. അപ്പോൾ ആ പേരുകളൊക്കെ വായിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് പ്രതിഷ്ഠയെങ്കിലും ആവട്ടെ, നമുക്ക് ഈ പ്രതിഷ്ഠയൊന്നും വേണ്ടാന്ന് വെച്ച് നമ്മൾ ചിലപ്പോൾ വായിക്കാതെ തന്നെ വിട്ടുകളെ. അതൊക്കെ നിങ്ങൾ പഠിച്ചാൽ ഫെർട്ടിലിറ്റി ഗോഡ്സാണ് പലതും. ഐശ്വര്യത്തിൻ്റെ ദേവന്മാരാണ് ബാലും അസ്തരോത്തും ഒക്കെ. അപ്പോൾ അവരവിടെ നന്നായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കും. നോ ഹണി വാസ് ഫ്ലോയിങ് ദെയർ ആൻഡ് നോ മിൽക്ക് വാസ് ഫ്ലോയിങ്. പാലും തേനോട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അവരധ്വാനിച്ചാൽ ദൈവം മഴ അയച്ചാൽ ആണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പരിചയമില്ലാത്തത് കൊണ്ട് ആ നാട്ടുകാരൊക്കെ പരിചയിച്ചിരുന്ന ബാലിനെയും അസ്തരോത്തിനെയും ഒക്കെ വിളിച്ചാൽ അവിടെ സമൃദ്ധിയായിട്ട്
ഭൂമി വിളയും എന്ന് വിചാരിച്ച് ഇവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ബാൽ വിഗ്രഹങ്ങളെയും മറ്റ് ദേവീദേവന്മാരെയൊക്കെ പ്രതിഷ്ഠിച്ച് അതിനെയൊക്കെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിലാണ് ഇവരെ ദൈവവും ഉപേക്ഷിച്ചു. ഇവർ ദൈവത്തെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ദൈവവും അവരെ ഉപേക്ഷിച്ചു. ദൈവം പലതരത്തിൽ ഇടപെട്ട് നോക്കി, പക്ഷെ അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് യോശുവ ചെയ്ത കാര്യമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ന്യായപ്രമാണമൊക്കെ കല്ലിൽ എഴുതി വെച്ച കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷെ അതൊക്കെ ഇതാരും വായിക്കാൻ, അതൊക്കെ കണ്ടൊരു ചടങ്ങും ഒരു ആചാരവും ഒരു അനുഷ്ഠാനവും ഒക്കെ ആയിട്ട് മാറിപ്പോയതല്ലാതെ ഇതൊന്നും ആരുടെയും ഹൃദയത്തിൽ കയറിയില്ല. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവവും അവരെ കൈവിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവർ വല്ലാത്ത ഗതികേടിലാകുമ്പോൾ ദൈവത്തോട് നിലവിളിക്കും, യഥാർത്ഥ ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ നിലവിളിക്കുമ്പോൾ ദൈവം അവരെ എന്തു ചെയ്യും? അവനെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. കാരണം ദൈവത്തെ വിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ സഹായിക്കാനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച ആളുകളുടെ പേരാണ് എന്ത്? ന്യായാധിപന്മാർ. അല്ലാതെ ഒരു ന്യായാധിപൻ കഴിഞ്ഞ് ഇങ്ങനെ ന്യായാധിപന്മാർ വന്നുകൊണ്ടിരിക്കുന്നില്ല. വെൻ ദർ വാസ് എ ക്രൈസിസ്, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആളുകളാണ് ആര്? ന്യായാധിപന്മാർ. അല്ലാതെ ഭരണം മുഴുവൻ ന്യായാധിപന്മാരുടെ കയ്യിൽ ഇരിക്കുകയല്ല, ഓരോ ന്യായാധിപന്മാരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇവരുടെ രാജാവ് ആരായിരുന്നു? ഇവരെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഈ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? ദൈവമായിരുന്നു അവരുടെ രാജാവ്. പക്ഷെ നമുക്ക് ദൈവമാണ് രാജാവ് എന്ന് പറയുമ്പോൾ ദൈവത്തെ കാണാനില്ലല്ലോ. ദൈവം എവിടെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ കൊട്ടാരം എവിടെ? ദൈവത്തിൻ്റെ സിംഹാസനം എവിടെയാണെന്നൊക്കെ ചോദിച്ച ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് ദൈവം ഒരു അരൂപിയായതുകൊണ്ട്, ദൃശ്യനല്ലാത്തത് കൊണ്ട്, അത് തന്നെയാണ് നമ്മൾ പള്ളിയിലൊക്കെ കാണുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു രൂപം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്നൊരു ഓർമ്മ കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇവരും രൂപമുള്ള ദൈവങ്ങളിലേക്ക് തിരിഞ്ഞു. അരൂപിയായ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ രൂപങ്ങളുള്ള ദൈവങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി. പക്ഷെ അവരെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ദൈവം, ഏകദൈവം, സത്യദൈവം. ആ ദൈവമാണ് അവരെ ഭരിച്ചിരുന്നത്. ആ ദൈവത്തെ വിട്ടാണ് ഇവർ അന്യദൈവങ്ങളെ, കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഈ ആദ്യത്തെ പുസ്തകങ്ങളിലൊക്കെ ആവർത്തിച്ച് ദൈവം പറഞ്ഞിരുന്ന കാര്യം, ഞാനല്ലാതെ ഉണ്ടാകരുത്, ഒന്നിൻ്റെയും വിഗ്രഹം, കാരണം ഉണ്ടാക്കാനുള്ള സാധ്യതയെല്ലാം ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതേപോലെ അത് സംഭവിക്കുക. ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുത്, അങ്ങനെയുള്ള ദൈവങ്ങളെ അനുസരിക്കരുത്, അവരുടെ അടുത്തേക്ക് പോകരുത്, ഞാനാണ് നിങ്ങളുടെ ദൈവം. ഇത് ദൈവം ആവർത്തിച്ചവരെ ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച സന്ദർഭങ്ങളിൽ ചില ആളുകളെങ്കിലും ദൈവത്തോട് നിലവിളിച്ച് കാണും. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ് ഗിദെയോൻ, അല്ലേ? ഗിദെയോൻ എങ്ങനെയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഗിദെയോനെ എപ്പോഴാണ് ദൈവം വിളിച്ചത്? വായിച്ചിട്ടുണ്ടോ എന്നുള്ളതിനൊരു ടെസ്റ്റും കൂടിയാവും. എങ്ങനെയാണ് ഗിദെയോനെ വിളിച്ചത്? എവിടെ ഇരുന്നപ്പോഴാണ്? അവന് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഗ്രികൾച്ചറൽ ഫീൽഡിൽ. കാരണം ഈ ശത്രുക്കൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ അഗ്രികൾച്ചർ നശിപ്പിച്ച് കളയും. അഗ്രികൾച്ചറിനെ കൃഷിയെ ആശ്രയിച്ചാണ് ഇവർ നിലനിൽക്കുന്നത്. ഏത് രാജ്യത്തിനും കൃഷിയില്ലാതെ നിലനിൽക്കാൻ കഴിയത്തില്ല. കൾച്ചർ കംസ് ഫ്രം അഗ്രികൾച്ചർ, അതെപ്പോഴും ഓർത്തോണം. കൾച്ചർ എവിടെ നിന്നാണ് വരുന്നത്? അഗ്രികൾച്ചർ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കുഴപ്പം അതാ. ഇപ്പോൾ കേരളത്തിൽ ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണ്. അഗ്രികൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൾച്ചർ കേരളക്കാർക്ക് ഉണ്ടായേനേയും. കേരളത്തിൻ്റെ കൾച്ചർ പോകുന്നു, എന്നും പീഡനത്തിൻ്റെ കഥയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം ആർക്കും അഗ്രികൾച്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. അഗ്രികൾച്ചർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആളുകൾക്ക് രാവിലെ ഇതിന് പോകാനും പണിയാനും ഒക്കെ സമയമുണ്ടായിരുന്നു, അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അഗ്രികൾച്ചറും കൾച്ചറും തമ്മിൽ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അഭേദ്യമായ ബന്ധമുണ്ട്. കൃഷിയും ജീവിതവും. കൃഷിയില്ലെങ്കിൽ ജീവിതം അല്ല. നമ്മളുടെ ഏത് രാജ്യത്തിൻ്റെയും കഥ നിങ്ങൾ എടുത്തോളൂ, കൃഷിയില്ലാതെ, കാർഷിക വൃത്തിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ കാർഷിക വൃത്തി ചെയ്യുന്ന വേറെ ഏതെങ്കിലും രാജ്യത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ സാധനങ്ങളോ പണമോ കൊടുത്ത് ആ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് കേരളം ആന്ധ്രയിൽ നിന്ന് വാങ്ങുന്നു, പഞ്ചാബിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇവരുടെ കാർഷിക വിളകളെ നിരന്തരം ആക്രമിക്കുന്ന ഒരു രീതിയാണ് മറ്റ് രാജ്യക്കാരൊക്കെ അനുവർത്തിച്ചിരുന്നത്. അടുത്തുള്ള രാജ്യക്കാരൊക്കെ എന്തു ചെയ്യും? ഇവരുടെ കാർഷിക വസ്തുക്കളെ. അപ്പോൾ ഈ കാർഷിക പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഗിദെയോൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടായി, ദൈവത്തിൻ്റെ വിളിയുണ്ടായി. അതിൻ്റെ കാരണം എന്തായിരിക്കും? അവൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാർത്ഥന, ഒരു നിലവിളി പോകുന്നുണ്ടായിരുന്നിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കഷ്ടതകളൊക്കെ എന്ന് തീരും, ദൈവം എന്ന് ഞങ്ങളെ ഉദ്ധരിക്കും, ഞങ്ങൾക്കൊരു വിടുതലുണ്ടാകുമോ എന്നൊക്കെയുള്ള ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ദൈവത്തെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഈ ഓർമ്മയൊക്കെ മനസ്സിലേക്ക് വന്നു കാണും. അതൊരു പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് ഉയർന്നിട്ടുണ്ടാകും. നമ്മൾ ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിലെ അവസ്ഥ വായിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു, നിങ്ങളുടെ നിലവിളി കേട്ടു, നിങ്ങളെ സഹായിപ്പാൻ ഞാൻ ഇറങ്ങി വന്നു. പക്ഷെ അവരെപ്പോഴെങ്കിലും ദൈവത്തോട് വിളിച്ചതായിട്ട് പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവർ ഇഷ്ടിക ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട സമയത്ത് അവർ ഇഷ്ടിക പണി നിർത്തിയിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വൈകിട്ട് ഒരുമിച്ച് ചേർന്നിരുന്നു എന്നൊരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് അറിയാൻ, നാളെ നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല, എന്നാൽ ഇഷ്ടികയുടെ എണ്ണം തികയ്ക്കണം. അപ്പോൾ ഉടനെ അവരൊരു ഉപവാസ പ്രാർത്ഥന പ്രസിദ്ധമാക്കി, കർത്താവെ ഞങ്ങളെ സഹായിക്കണം, എവിടുന്നെങ്കിലും വൈക്കോൽ, അങ്ങനെ ഒരു കാര്യം വായിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പുകൾ എവിടെ എത്തി? ദൈവസന്നിധിയിലെത്തി. നമ്മുടെ എല്ലാ നെടുവീർപ്പുകളും കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ കുത്തിയിരുന്നിങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അല്ലാതെ തന്നെ ഞാൻ രാവിലെയൊക്കെ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദൈവം എപ്പോഴും എങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഉപവാസ പ്രാർത്ഥന ബാനർ വലിച്ചു കെട്ടി എല്ലാവരും കൂടെ കൂടിയിരുന്നോ എന്നുള്ളതല്ല. എങ്ങോട്ടാണ് ദൈവം നോക്കുന്നത്? ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ, ദീർഘനിശ്വാസങ്ങൾ എപ്പോഴും ദൈവം കണ്ടുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, യു ക്യാൻ ടച്ച് ഗോഡ് വിത്ത് യുവർ ഫീലിങ്സ്. നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്പർശിക്കാം എന്ന് പറഞ്ഞാൽ, കൃപാസനത്തിനടുത്തേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ വികാരങ്ങൾ, വിചാരങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ കൃപാസനയുടെ സമാഗമന കൂടാരത്തിലല്ലേ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിനാണ് കൂടാരവും തിരിശയിലൊക്കെ കീറിക്കളഞ്ഞിട്ട് നിങ്ങൾ എവിടെ മുട്ടുകുത്തുന്നോ അവിടെയാണ് കൃപാസനം. നമ്മളെവിടെ ദൈവത്തെ വിളിക്കാൻ തയ്യാറാകുന്നോ അവിടെ ദൈവത്തിൻ്റെ കൃപാസനം പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കൃപാസനത്തിന് മുമ്പിലുള്ള നമ്മുടെ നിലവിളികളും നെടുവീർപ്പുകളും ഒക്കെ ആര് കണ്ടുകൊണ്ടിരിക്കുന്നു? ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെയും ഗിദെയോൻ്റെ ഒക്കെ നിലവിളി, ആ നെടുവീർപ്പുകൾ ദൈവസന്നിധിയിൽ എത്തിയപ്പോഴാണ് അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച ആളെ സഹായിക്കാൻ നിന്നെ തന്നെ ഈ കാര്യത്തിന് ഞാൻ നിയോഗിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഗിദെയോന് ഉണ്ടായത്. അതിൻ്റെ പോയിൻ്റ്, ഇവർ ദൈവത്തെ ഉപേക്ഷിക്കുന്നു, എന്നാൽ കഷ്ടതയിലാവുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവം സഹായിക്കാൻ ഇറങ്ങി വരുന്നു. അപ്പോൾ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരാൾ വേണം. ദൈവം നേരിട്ട് വന്നെല്ലാം ചെയ്യുകയല്ല. ഗോഡ് നീഡ്സ് എ പേഴ്സൺ അല്ലേ? ദൈവത്തിന് ആളുകളെ വേണം, വ്യക്തികളെ വേണം. അങ്ങനെ ദൈവം ഉപയോഗിച്ച വ്യക്തികളാണ് ആര്? ന്യായാധിപന്മാർ. അതാണ് വിഷയം. നമ്മൾ ഏത് പുസ്തകമാണ് പഠിക്കുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം. ആരാണ് ന്യായാധിപന്മാർ? നമ്മൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ, രണ്ടാമത്തെ പ്രസിഡന്റ് ആരാ, മൂന്നാമത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുന്നത് പോലെ ഒന്നാമത്തെ ന്യായാധിപൻ, അങ്ങനെ ഒരു ക്രമം ഇല്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമുക്ക് വേണമെങ്കിലൊരു ക്രമം ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ടാണ് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ക്രോണോളജിക്കൽ ഓർഡർ ഈസ് നോട്ട് ദി ഇമ്പോർട്ടൻ്റ് ഓർഡർ. പറഞ്ഞ ഓർമ്മയുണ്ടോ? അങ്ങനെ ക്രമത്തിൽ ഇവരെ അടുക്കിയെടുക്കുന്നതല്ല സുപ്രധാന കാര്യം. ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ 15 ന്യായാധിപന്മാരുടെ പേര് ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ക്രമമൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വേദപുസ്തകത്തിലോട്ട് നോക്കിയാലും അവരുടെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ന്യായാധിപന്മാർ പലരും വന്നിട്ടുണ്ട്. ആ ന്യായാധിപന്മാരെ ദൈവം ഓരോ പ്രതിസന്ധികൾ, ക്രൈസിസ് മാനേജേഴ്സാണ്. ആരാണ് ന്യായാധിപർ? ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാൻ ദൈവം ഉയർത്തിയ ഒരു നേതാവ്. ന്യായാധിപൻ ആരാണെന്ന് മനസ്സിലായോ? ന്യായാധിപൻ എന്നുള്ള മലയാള പദം വീണ്ടും നിങ്ങളെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസിസ് മാനേജറാണ്. അവിടെ ഉണ്ടായ ഒരു പ്രതിസന്ധിയിൽ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ദൈവം ഉയർത്തിയ ഒരു നേതാവാണ് ന്യായാധിപൻ. അങ്ങനെയുള്ള പല ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആകെ എത്ര ന്യായാധിപന്മാരുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുവായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്കതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ദ മെയിൻ മെസ്സേജ് ഓഫ് ദ ബുക്ക്, എപ്പോഴും നമ്മളത് പഠിക്കാറുണ്ട്. പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സാധാരണ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, സെൻട്രൽ മെസ്സേജ്, മെയിൻ തോട്ട് ഓഫ് ദ ബുക്ക്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത? ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. വാക്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ് പ്രധാനപ്പെട്ട ചിന്ത? ഫെയിലിയർ ത്രൂ കോംപ്രമൈസ് എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസത്യാഗം വഴി അപജയം അല്ലെങ്കിൽ പരാജയം സംഭവിക്കുന്നു. നമ്മൾ മറ്റുള്ള ആളുകളുമായി ഉടമ്പടി കൂടുകയും ഇണയെല്ലാപ്പിണ കൂടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അയോഗ്യരായിത്തീരുന്നു, വീണു പോകുന്നു. അതുകൊണ്ടാണ് അവിശ്വാസികളുമായി ഇണയെല്ലാപ്പിണ കൂടരുത് എന്ന് 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ഇടപാടുണ്ടെങ്കിലും ആരുമായിട്ട് വേണം? ദൈവവിശ്വാസമുള്ള ആളുകളുമായിട്ട് വേണം. അതില്ലാത്ത ആളുകളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ ഇത് രണ്ടും കൂടെ ചേരുകയല്ല. കർത്താവ് പറഞ്ഞ് എന്നോട് പഠിക്കുക, എൻ്റെ നുകമേറ്റ്
എന്നോട് പഠിക്കുക. നല്ലൊരു ഇണയാണ്. അതല്ലാതെ ഇത് ചേരാത്തതൊന്നും കൊണ്ടൊന്ന് ചേർക്കരുത്. അങ്ങനെ ചേരാത്തത് ചേർക്കുമ്പോൾ അപകടമുണ്ടാകും. അപ്പോൾ ഈ ചേരാത്തത് ചേർന്ന് പോകുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചാൽ 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് മെയിൻ തോട്ട്. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ 350 കൊല്ലം ഇസ്രായേലിൽ ആരുണ്ടായിരുന്നില്ല? രാജാവില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ദൃശ്യമായിട്ടുള്ള കാണത്തക്കവണ്ണമുള്ള ഒരു രാജാവില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? രാജാവില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? അവർക്ക് ശൗലിനെ പോലെ ഒരു രാജാവില്ലെന്നല്ല, അവർക്ക് രാജാവുണ്ട്. ആരായിരുന്നു അവരുടെ രാജാവ്? ദൈവമായിരുന്നു. അതുകൊണ്ടാണല്ലോ ശമൂവേൽ ദൈവത്തോട് പരാതി പറഞ്ഞപ്പം ദൈവം പറഞ്ഞില്ലേ, നീ വിഷമിക്കേണ്ട, അവർ നിന്നെ അല്ല തള്ളിയത്, എന്നെയാണ് തള്ളിയത്, ഞാനാണ് അവരുടെ. അല്ല, ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് ദൈവമാണ് അവരുടെ രാജാവെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ കണ്ടു കാണും. അവരുടെ രാജാവ് അവരെ നടത്തിയിരുന്നത് ആരായിരുന്നു? ദൈവമായിരുന്നു. അപ്പം അങ്ങനെ അവർക്ക് ദൃശ്യമായിട്ടൊരു രാജാവില്ലായിരുന്നു. അതുകൊണ്ട് ജനം എന്ത് ചെയ്തു? ബോധിച്ച പോലെ നടന്നു. ആ വാക്യം മുഴുവൻ കൂടെ വായിച്ചാട്ട്. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ച പോലെ നടന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോരുത്തൻ അവനവന് ബോധിച്ചതുപോലെ നടന്നു. അത് ഞാൻ കൊണ്ടുവന്നതാണ് ആ പദമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നമുക്ക് 21-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിക്കാം. അവസാനത്തെ വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ച പോലെ നടന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ അങ്ങനെ നടക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മൾ കാലത്തൊക്കെ പഠിച്ച കാര്യം അത് തന്നെയായിരുന്നു. നമ്മുടെ ഹൃദയബോധ്യങ്ങൾ, നമ്മുടെ തോന്നലുകൾ അനുസരിച്ച് നടക്കാൻ പാടില്ല. ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടന്നു. അങ്ങനെ നടക്കാൻ പാടില്ല. നമുക്കൊരു രാജാവ് വേണം. നമ്മുടെ പ്ലെയിൻ പറപ്പിക്കാനൊരു പൈലറ്റ് വേണം. പൈലറ്റ് ഇല്ല, ഇത് തന്നെ പറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അപകടമാണെന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതമാകുന്ന ഈ വിമാനത്തെ പറപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ആര് വേണം? ഒരു രാജാവ്, ഒരു പൈലറ്റ്, ഒരു ഡ്രൈവർ, ഒരാൾ വേണം. ആളില്ലെങ്കിൽ നാം അപകടത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് തോന്നുന്നത് പോലെ അവനവന് ബോധിച്ചതുപോലെ നടക്കുവാനായിട്ട് അനുവാദമില്ല. അത് നേരത്തെ ദൈവം ഇവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിനക്ക് ബോധിച്ചിടത്തൊക്കെ യാഗം കഴിക്കാൻ പാടില്ല, നിനക്ക് ബോധിച്ച പോലൊക്കെ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, നിനക്ക് ബോധിച്ചത് അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ നമുക്ക് തന്നത്, അല്ലേ? നമുക്ക് ബോധിച്ചതുപോലെ നടക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ വേണമായിരുന്നോ? ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തണമായിരുന്നോ? പിന്നെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിങ്ങളെ ഞാൻ കനാൻ ദേശത്താക്കിയിരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തോണം? അവനവന് ബോധിച്ചതുപോലെ ജീവിച്ചോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണോ ദൈവം പറഞ്ഞത്? അല്ല. നിങ്ങൾ എൻ്റെ കൽപ്പനകളും എൻ്റെ ചട്ടങ്ങളും ഞാൻ നിങ്ങളോട് തന്ന വിധികളും എല്ലാം ഒന്നും വിട്ടുകളയാതെ ശ്രദ്ധയോടെ അനുഷ്ഠിച്ച് പ്രമാണിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ മനോബോധങ്ങളനുസരിച്ച് നടക്കാം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ മനോബോധം പലപ്പോഴും നമ്മെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ എല്ലാം മനോബോധം ഏറ്റവും ശരിയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളെ വഞ്ചിക്കും. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. മറ്റുള്ളവരല്ല, നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളെ വഞ്ചിക്കും. നമ്മുടെ മനോബോധം ശരിയാണെന്ന് നമ്മൾ കുറേ കാലം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മനോബോധമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ എഴുതി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനം, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ കൽപ്പനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ആരും തള്ളിക്കളയരുത്. വചനം അങ്ങനെ തന്നെ അംഗീകരിക്കണം, ആ വചനം വായിക്കണം. അതാണ് ഇവരെക്കുറിച്ചും ദൈവം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവർ അങ്ങനല്ല, അവരവർക്ക് ബോധിച്ചതുപോലെ നടന്നു. അതുകൊണ്ട് അവർ അപകടത്തിലായിപ്പോയി. നമ്മൾ സദൃശ്യവാക്യം 14-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നീതി ജാതിയെ ഉയർത്തുന്നു, എന്നാൽ പാപമോ വംശങ്ങൾക്ക് അപമാനം. റൈച്ചസ്നെസ് എക്സോൾട്ടത്ത് എ നേഷൻ, ബട്ട് സിൻ ഈസ് എ റിപ്രോച്ച് ടു എനി പീപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. അതായത് നീതി ജാതിയെ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കാർക്കും നീതിയില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ദൈവം നമ്മുടെ നീതിയായിട്ട് വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അതൊരു ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, എന്നാൽ പാപം വംശങ്ങൾക്ക് അപമാനം. സിൻ ഈസ് എ റിപ്രോച്ച് ടു എനി പീപ്പിൾ. നമ്മൾ പാപം ചെയ്ത് കാലം പോക്കുന്നത് നമുക്കൊരു അപമാനമാണ്. അത് ഒരു തരത്തിലും ദൈവസന്നിധിയിൽ ഒരു അനുഗ്രഹത്തിന്
കാരണമാകുകയില്ല. ഈ കാര്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. എന്നിട്ട് നമുക്ക് ആ പുസ്തകത്തിൻ്റെ വിഭജനത്തിലേക്ക് വരാം. പുസ്തകത്തിൻ്റെ വിഭജനം ഞാൻ എല്ലാ ക്ലാസ്സിലും ഓരോ ബുക്കും പഠിക്കുമ്പം പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുസ്തകത്തിൻ്റെ ബേസിക് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കണ്ടു, എഴുത്തുകാരനെക്കുറിച്ച് പറഞ്ഞു, പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി പുസ്തകത്തിൻ്റെ വിഭജനം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 അധ്യായങ്ങൾ ഒരു ആമുഖമാണ്, ഇൻട്രഡക്ഷനാണ്. 1ഉം 2ഉം അധ്യായങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് എന്താണ് ഈ ദേശത്ത് സംഭവിച്ചതെന്നുള്ളത് ഒന്ന് അവതരിപ്പിക്കുക ചെയ്യുന്ന ഒരു ഇൻട്രഡക്ടറി വിവരണമാണ്. എന്നാൽ പ്രധാനമായിട്ട് പുസ്തകം നമ്മൾ കാണുന്നത് 6-ാം അധ്യായം മുതൽ മുന്നോട്ട് വായിക്കുമ്പോൾ 16-ാം അധ്യായം വരെയാണ്. 6 മുതൽ 16-ാം അധ്യായം വരെയുള്ള ഭാഗമാണ് സുപ്രധാനം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത്. ആ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്യാഗവും അതുകൊണ്ട് സംഭവിച്ച അപജയവും. ഇസ്രായേൽ മക്കൾ വിശ്വാസം ത്യജിച്ച് കളഞ്ഞു, അതിൻ്റെ ഫലമായിട്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അങ്ങനെ വിശ്വാസം ത്യജിച്ച സന്ദർഭങ്ങളാണ് ആ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്റ്റസി ആൻഡ് 6 പ്രത്യേക സന്ദർഭങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ 6 എപ്പിസോഡ്സ് എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത്. നോട്ട് നിങ്ങൾ കണ്ടെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ വിശ്വാസത്യാഗവും അതുകൊണ്ടുണ്ടായ അപജയങ്ങൾ. 6 സന്ദർഭങ്ങൾ പ്രത്യേകം ഈ പുസ്തകം എടുത്തു പറയുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ ഒരു കൺക്ലൂഷനാണ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് പുസ്തകത്തെ തിരിക്കാം. ഇൻട്രഡക്ഷൻ, കൺക്ലൂഷൻ. ഇൻട്രഡക്ഷൻ 1ഉം 2ഉം അധ്യായം, കൺക്ലൂഷൻ 17 മുതൽ 21 വരെ. ആകെ 21 അധ്യായങ്ങളാണ്. പിന്നെ ഇടയ്ക്കിരിക്കുന്ന 3 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലാണ് വിശ്വാസത്യാഗവും അതിനോടനുബന്ധിച്ച് ദൈവം ഉയർത്തിയ ന്യായാധിപന്മാരെക്കുറിച്ചുള്ള വിവരണവും കിടക്കുന്നത്. മനസ്സിലായല്ലോ? അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ന്യായാധിപന്മാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം നോക്കാം. ആകെ എത്ര ന്യായാധിപന്മാരുണ്ടായിരുന്നു? 16-ഉം 2ഉം 18. നോട്ടിനകത്ത് 15 എന്നാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ തിരുത്തിയാലും തെറ്റില്ല, അതിൽ ഒരെണ്ണം വിട്ടുപോയതാണ്. 16-ഉം 2ഉം 18 ന്യായാധിപന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. 1 ഒന്തിയേൽ, ഏഹൂദ്, ശങ്കർ, ദെബോര, ബാരാക്ക്, ഗിദയോൻ, അബിമേലെക്ക്. അബിമേലേക്കിൻ്റെ പേര് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടിൽ ഉണ്ടാവില്ല. അബിമേലെക്ക്, തോല, യായിർ, ഇബ്താഹ്, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ, ശിംശോൻ, ഏലി, ശാമുവേൽ. ഇങ്ങനെ 16 ന്യായാധിപന്മാരുടെ പേരുണ്ട്. കൂടാതെ ശാമുവേലിൻ്റെ 2 മക്കൾ ന്യായാധിപന്മാരായിട്ട് പ്രവർത്തിച്ചിരുന്നതായിട്ട് നമുക്ക് ശാമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. 1 ശാമുവേൽ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിനെ ന്യായാധിപന്മാരാക്കി. അവൻ്റെ ആദ്യജാതന് യോവേൽ എന്നും 2ാമത്തവന് അബിയാവ് എന്നും പേര്. അപ്പോൾ യോവേലും അബിയാവും അവർ 2 പേരും ന്യായാധിപന്മാരായിട്ട് ജോലി ചെയ്തവരാണ്. വായിക്കാം. അവർ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗിരികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾ. അങ്ങനെയാണ് രാജഭരണത്തിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ ശമൂവേലിൻ്റെ 2 മക്കളും കൂടി നമ്മൾ അടുത്ത പുസ്തകത്തിലേക്ക് പോകുകയാണെങ്കിൽ ശമൂവേലിൻ്റെ 2 മക്കളും ആരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്? ന്യായാധിപന്മാരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 18 ന്യായാധിപന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 16 പേര് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. പേരെല്ലാവർക്കും ലഭിച്ചു, നോട്ടിനകത്തും ഉണ്ട്. അതിനകത്ത് അബിമേലേക്കിൻ്റെ പേരും കൂടെ ചേർത്താൽ 16 എന്നുള്ള കണക്ക് കിട്ടും. 15 എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നതെങ്കിൽ എന്ന് നിങ്ങൾക്ക് അത് തിരുത്തി കുറിക്കാവുന്നതാണ്. അപ്പോൾ 16 പേര് ഈ പുസ്തകത്തിലും 2 പേര് ശമൂവേലിൻ്റെ പുസ്തകത്തിലും, അങ്ങനെ 18 ന്യായാധിപന്മാർ. എല്ലാവരുടെയും പേര് ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. ഒന്തിയേൽ, ഏഹൂദ്, ശങ്കർ, ദെബോര, ബാരാക്ക്, ഗിദയോൻ, അബിമേലെക്ക്, തോല, യായിർ, ഇബ്താഹ്, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ, ശിംശോൻ, ഏലി, ശാമുവേൽ, പിന്നെ ശാമുവേലിൻ്റെ 2 മക്കൾ ആയ യോവേൽ, അബിയാവ്. ഇത്രയും ആളുകളാണ് ന്യായാധിപന്മാർ. ഈ ന്യായാധിപന്മാരെ 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാം. 3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ആളുകളുണ്ട്. ആരൊക്കെയാണ് 3 ടൈപ്പ്?
നോട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേഗം നോക്കി പറയാമല്ലോ എന്ന് വേഗം പറഞ്ഞാൽ മതി. ആരൊക്കെയാണ് വാറിയർ ജഡ്ജ്? മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന ന്യായാധിപന്മാരെയാണ്. ഗിദെയോനും ശിംശോനും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളെ സംഹരിക്കാനായിട്ട് യുദ്ധവീര്യവുമായിട്ട് വാറിയേഴ്സായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ജഡ്ജസിനെ നിങ്ങൾക്ക് കാണാം. അനദർ ഗ്രൂപ്പ് ഈസ് പ്രീസ്റ്റ് ജഡ്ജസ്. ഉദാഹരണം ഏലി പുരോഹിതനായിരുന്നു, അതോടൊപ്പം തന്നെ ന്യായാധിപനുമായിരുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഏലി പുരോഹിതൻ, അദ്ദേഹം ആരുമായിരുന്നു? പുരോഹിതനായിരുന്നെങ്കിലും ന്യായാധിപനായിരുന്നു. അതുപോലെ തന്നെ ശാമുവേൽ പ്രവാചകനായിരുന്നു, പക്ഷെ അതേസമയം തന്നെ ന്യായാധിപനായിരുന്നു. അപ്പോൾ ന്യായാധിപന്മാർ 3 ടൈപ്പ് ഉണ്ടെന്ന്. ആരൊക്കെയാണ്? യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി വന്നിരിക്കുന്ന പോരാളികൾ അല്ലെങ്കിൽ വാറിയേഴ്സ്, 2 പുരോഹിതന്മാരുണ്ട്, 3 പ്രവാചകന്മാരുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ക്ലിയർ ആയല്ലോ? അപ്പം പ്രവാചകന്മാർ ന്യായാധിപന്മാരായിട്ട് വന്നിട്ടുണ്ട്, പുരോഹിതന്മാർ ന്യായാധിപന്മാരായിട്ട് വന്നിട്ടുണ്ട്, യോദ്ധാക്കളും ന്യായാധിപന്മാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി ന്യായാധിപന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ന്യായാധിപന്മാരുടെ ഭരണരീതി, അവരുടെ പ്രവർത്തന രീതി ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിനകത്ത് ഒരു ചാർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന ഫെയിലിയർ ത്രൂ കോംപ്രമൈസ് എന്നെഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വിശ്വാസം ത്യജിച്ചു, അതിൻ്റെ ഫലമായിട്ട് അടിമത്തത്തിലേക്ക് പോയി, പിന്നീട് ദൈവം ഒരു ന്യായാധിപനെ ഒരു ഡെലിവറായിട്ട് എഴുന്നേൽപ്പിച്ചു എന്നുള്ള കാര്യം കാണാനായിട്ട് സാധിക്കും. അത് കണക്കുകൂട്ടി നോക്കിയാൽ ഇവർ ഓരോ രാജ്യത്തിനും എത്ര നാൾ അടിമത്തത്തിലിരുന്നു എന്നൊക്കെ ഉള്ളതും കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലയാളം അറിയുന്ന ആളുകൾക്ക് രണ്ടാമത്തെ കടലാസിലേക്ക് പോയാൽ അതേ കാര്യം തന്നെയാണ് അവിടെ വിശ്വാസത്യാഗവും അടിമത്തവും എന്നെഴുതി വച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് ആ ചാർട്ടിനകത്ത്. അതുകൊണ്ട് അത് വായിച്ചാലും വിശ്വാസത്യാഗം, അടിമത്തം, വിമോചകൻ അല്ലെങ്കിൽ ന്യായാധിപൻ, ഈ 3 കോളങ്ങൾ നോക്കിയാൽ അവരെപ്പോഴൊക്കെ വിശ്വാസം ത്യജിച്ചു, എപ്പോഴാണ് അടിമത്തത്തിൽ പോയത്, എത്ര കാലം, ഏത് രാജ്യത്തിന്, ആരാണ് വിമോചകനായിട്ട് വന്നത്, എങ്ങനെ വിടുവിച്ചു എന്നുള്ളത് ഞാൻ സാമ്പിൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പോവാം. ഇത് വെച്ചോണ്ട് സാമ്പിൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വേദപുസ്തകവും ഈ ചാർട്ടും കൂടെ വെച്ചിട്ട് ഇത് പഠിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചു തരാം. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ വായിക്കുക. ഒന്നാമത്തേത് അതാണുള്ള സംഭവം. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായി എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവർക്ക് പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അപ്പോൾ അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചില്ല, അവർ ദൈവത്തെ ത്യജിച്ചു. അങ്ങനെയല്ലേ? അങ്ങനെ എന്ത് ചെയ്തെന്നാണ് നമ്മൾ വായിച്ചത്? യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. വായിക്കാം. തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ത്യജിച്ചെന്ന് മനസ്സിലായല്ലോ. ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും ഒക്കെ സേവിക്കാനായിട്ട് പോയപ്പോൾ അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ വിശ്വാസം ത്യജിച്ചു. ഫലം എന്തായിരുന്നു? അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസ്സൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ രിശാദയീമിനെ വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ രിശാദയീമിനെ 8 സംവത്സരം സേവിച്ചു. ഈ കോളത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങാണ്ടൊന്നും കണ്ടുപിടിച്ചുകൊണ്ട് വന്നൊന്നുമല്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട. ഇതെല്ലാം ബൈബിളിൽ വാക്യങ്ങളിൽ കിടപ്പുണ്ട്. അവർ ആർക്കടിമയായി? മെസ്സൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ രിശാദയീമിന് എത്ര വർഷം അടിമകളായിട്ടിരുന്നു? 8 വർഷം അടിമകളായിട്ടിരുന്നു. 9-ാം വാക്യം. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെന്നസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. വിമോചകനായിട്ട് ഒരാളെ എഴുന്നേൽപ്പിച്ചു. അവന്റെ പേരാണ് ഒന്തിയേൽ. അപ്പോൾ അത് 11-ാം വാക്യം വരെ വിവരിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ സംഭവമാണ് 3:12 മുതൽ 14 വരെ കാണുന്നത്. അവർ പരസംഗം ചെയ്തു, വിഗ്രഹാരാധനയ്ക്ക് പോയി. അപ്പോൾ ദൈവം അവരെ ഉപേക്ഷിച്ചു. അവർ മോവാബ് രാജാവായ എഗ്ലോന് 18 വർഷം അടിമകളായിട്ടിരുന്നു. ദൈവം 2 ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ഒന്ന് യഹൂദ്, മറ്റേത് ശങ്കർ. അപ്പോൾ അത് പുസ്തകം നോക്കി നിങ്ങൾ വായിച്ചാൽ മതി. അങ്ങനെ പിന്നെയും നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4:1 യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവർ സേനാപതി ജാതികളുടെ ഹരോഷ്യത്തിൽ പാർത്തിരുന്നു, സിസേര ആയിരുന്നു.
അവന് 900. അങ്ങനെ കനാന്യ രാജാവായ യാബീന് 20 വർഷം അവരടിമകളായിട്ടിരുന്നു. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരുമ്പോൾ ദെബോരയും ബാരാക്കും കൂടെയാണ് അവരെ വിടുവിക്കുന്നതിനായിട്ട്. അതൊരു ഒരു ലേഡിയാണെന്നുള്ള കാര്യം, പ്രവാചകയാണെന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത്. ഇതേ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി റിപ്പീറ്റഡ് ആണ്. അവർ പിന്നെയും ദൈവത്തെ വിട്ടകന്നു. ഞാനിതിൻ്റെ വേറൊരു സൈഡ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ നമുക്കിതൊന്ന് പരിചയിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ തുടർമാനം കാണുന്നത് അവർ ദൈവത്തെ വിട്ടകന്നു, അവർ അടിമത്തത്തിലേക്ക് പോയി. ദിസ് ടൈം അവർ മിദ്യാന്യർക്ക് 7 വർഷം അടിമകളായിട്ടിരുന്നു. അവരെ വിടുവിക്കാനായിട്ട് വന്നത് ഗിദെയോൻ. അത് കഴിഞ്ഞ് 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ 10-ന്റെ 6 ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളൂ. പിന്നെയും യഹോവയ്ക്കുണ്ട്. ഇത് കോൺസ്റ്റന്റ്ലി ഈ പുസ്തകത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവർ പിന്നെയും എന്നാണ്, പിന്നെയും ദൈവത്തെ വിട്ടു, അവർ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യം അവർ ഫെലിസ്തീർക്കാണ് 18 വർഷം അടിമകളായിട്ടിരുന്നത്. അവരെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് ആര് വന്നത്? ഇബ്താഹ് വന്നത്. ആൻഡ് ലാസ്റ്റ് 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 13-ന്റെ 1. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. അപ്പോൾ ഫെലിസ്തീർക്ക് അവർ എത്ര വർഷം അടിമകളായിട്ടിരുന്നു? 40 വർഷം അടിമകളായിട്ടിരുന്നു. അവരെ വിടുവിക്കാനായിട്ടാണ് ആര് വന്നത്? ശിംശോൻ. അപ്പോൾ ഇങ്ങനെ 6 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാർട്ടിൻ്റെ സഹായത്തോടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ അതാണ് അത് തന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ 6 സന്ദർഭങ്ങളല്ല, വേറെ ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. കാരണം 10-16 ന്യായാധിപന്മാരുണ്ടല്ലോ. പക്ഷെ 6 പേരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാം കൂടി ഇവർ എത്ര കൊല്ലം അടിമത്തത്തിലായിരുന്നു? എല്ലാം കൂടെ എത്ര കൊല്ലം അടിമത്തത്തിലായിരുന്നു? 350 കൊല്ലമാണ് ന്യായാധിപന്മാരുടെ ടോട്ടൽ പീരിയഡ്. പക്ഷെ നിങ്ങൾക്ക് തന്ന ചാർട്ടിനകത്ത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒന്ന് അഡീഷൻ നടത്തി നോക്കി. 8 + 18 + 20 + 7 + 18 + 40 സമം കണക്കിനാരും മിടുക്കന്മാരില്ലെന്ന് തോന്നുന്നു. എത്ര കിട്ടി? അതോ വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അഡീഷനൊക്കെ വിട്ട് കളഞ്ഞു? കാൽക്കുലേറ്റർ എവിടെ എന്നാരോ ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാൽക്കുലേറ്റർ ഇല്ലാതെ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ എത്ര വർഷം ഇവർ അടിമത്തത്തിലിരുന്നതായിട്ടാണ് കാണുന്നത്? 110 വർഷം അടിമത്തത്തിലിരുന്നു. അപ്പം നമ്മളൊരു കുറച്ച് ചെറുതൊക്കെ വിട്ട് കളയുകയാണെങ്കിൽ 350ഉം 100ഉം, അപ്പം 350 വർഷമാണ്. 100 120 വേണമെങ്കിൽ എടുത്തോ വർഷം, അല്ലെങ്കിൽ 125 എടുത്തോ. അപ്പോൾ ഇവർ ദൈവത്തെ സേവിച്ചതാണോ കൂടുതൽ, ദൈവത്തെ വിട്ടതാണോ കൂടുതൽ? ദൈവത്തെ സേവിച്ച വർഷങ്ങളാണോ കൂടുതൽ, ദൈവത്തെ വിട്ടതാണോ കൂടുതൽ? ദൈവത്തെ എല്ലാവർക്കും ഒരു ധൈര്യക്കുറവുണ്ടെന്ന് തോന്നുന്നു. യെസ്, ദൈവത്തെ സേവിച്ചതാണ് കൂടുതൽ. പക്ഷേ നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ ദൈവത്തെ വിട്ട് പോയ സന്ദർഭങ്ങളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അങ്ങനെ നമ്മൾ ഒരു ദിവസം പോലും ദൈവത്തെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ധരിച്ചെങ്കിൽ തെറ്റി, ഇവരിങ്ങനെ അവിടെ കൊണ്ട് ദൈവമാക്കിയിട്ട് ടോട്ടലി പോക്കായി, അങ്ങനെയാണോ? അവർ മുഴുവൻ മൊത്തത്തിൽ പോക്കായി പോയോ? ഇല്ല. അങ്ങനെ ഞങ്ങൾ പ്രസംഗരൊക്കെ അങ്ങനെ ആക്ഷേപിച്ചാലും നിങ്ങൾ പേടിക്കണ്ട, അങ്ങനെയൊന്നും പോക്കാകുകയില്ല. ദൈവം കണ്ടിട്ടുള്ളവരാരും പോക്കായി പോവുകയില്ല. അല്ല, നമ്മൾ രാവിലെ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ, ഏലിയാവ് പറഞ്ഞ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞ എങ്ങനെയാണ്? അല്ല, വേറെ ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ ദൈവം ഹൃദയങ്ങളെ അറിയുന്നുണ്ടെങ്കിൽ ദൈവത്തിനറിയാം ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളത്. ഒരു 100 കൊല്ലം അവർ ദൈവത്തെ വിട്ടു പോയെന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും 200 വർഷത്തോളം അവരാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കൂടെ നിന്നാൽ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കൂടെ പോകാൻ ദൈവം കൃപ തരും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇനി ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാർട്ടിനകത്തിന് താഴെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 6 സുപ്രധാന സംഭവങ്ങൾ, 6 എപ്പിസോഡ്സ് എന്നാണ് അതിന് നമ്മൾ ടൈറ്റിൽ ചെയ്തേക്കുന്നത്. ഇംഗ്ലീഷിൽ ആദ്യത്തെ കടലാസിൻ്റെ 2-ാം പേജിലുമുണ്ട്. മലയാളം അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി 2-ാമത്തെ കടലാസിൻ്റെ സെക്കൻഡ് പാർട്ടിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ 6 സംഭവങ്ങളെയും നമുക്ക് വേറൊരു തരത്തിൽ കൂടി അപഗ്രഥിക്കാനായിട്ട് സാധിക്കും. അത് അപഗ്രഥിക്കുമ്പോഴാണ് ഇവരുടെ പ്രോബ്ലം നമുക്ക് മനസ്സിലാകുന്നത്. ഈ മോളിൽ പറഞ്ഞ സംഭവങ്ങളെ മറ്റൊരു തരത്തിൽ താഴെ അനലൈസ് ചെയ്യുക ചെയ്യുന്നത്. 6 സംഭവങ്ങൾ 1-ാമത്തെ ചാർട്ടിൽ എല്ലാവരും എന്നെ നോക്കിക്കേ. 1-ാമത്തെ ചാർട്ടിൽ 6 സംഭവങ്ങൾ 1, 2, 3, 4 എന്ന് താഴേക്ക് കൊടുത്തു.
രണ്ടാമത്തെ ചാർട്ടിൽ 6 സംഭവങ്ങൾ ഇങ്ങനെ അതെ നീളത്തിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ കൊടുത്ത 6 സംഭവങ്ങളുടെ വേറൊരു തരത്തിലുള്ള അപഗ്രഥനമാണ് താഴെ നടത്തിയിരിക്കുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനൊരു പാറ്റേൺ ഉണ്ട്, ഒരു ഡെഫിനിറ്റ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നോക്കിയാട്ടെ, 1, 2, 3, 4, 5, 6 എന്നിട്ടിരിക്കുന്നത് 6 സംഭവങ്ങളാണ്. അതിന് നേരെ താഴെ വേദഭാഗം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെ, 12 മുതൽ 30 വരെ കാണുന്നുണ്ടല്ലോ എല്ലാവരും കാണുന്നുണ്ടോ? ഉണ്ട്, യെസ്. അപ്പോൾ അത് വേദഭാഗം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 3:7 ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അപ്പോൾ അവർ പാപം ചെയ്തു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതിൻ്റെ പേരാണ് എന്ത്? പാപം. അവർ പാപം ചെയ്തു. പിന്നെ 3:12 കെന്നസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 4:1 നമ്മൾ വായിച്ചതാണ്. ഞാനെങ്കിലും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഏഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അപ്പോൾ 6 സന്ദർഭങ്ങളിലും ഇവരെന്ത് ചെയ്തു? പാപം ചെയ്തു. ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിച്ചു. അത് ഇറ്റ് ഈസ് വെരി ക്ലിയർലി റെക്കോർഡഡ് ഇൻ ഓൾ ദീസ് വേഴ്സസ്. 3:7, 3:12, 4:1, 6:1, 10:6, 13:1 ഈ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് അവർ എന്ത് ചെയ്തു? പാപം ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, കഷ്ടതയുണ്ടായി. സഫറിങ്. സിൻ ലീഡ്സ് ടു സഫറിങ്. പാപം ആണ് അവരെ കഷ്ടതയിലേക്ക് കൊണ്ടുവന്നത്. ദൈവം അവരെ പരീക്ഷിക്കാനായിട്ട് ജീവിതത്തിൽ കഷ്ടതകളും പരിശോധനകളും അയച്ചു. 3:8 അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ നിശാദീമീനെ വിട്ടുകളഞ്ഞു. അപ്പോൾ അവരെ കഷ്ടതയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 3:12 കെന്നസിന്റെ മകനായ ഒത്നിയെ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുക കൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. കഷ്ടത അവരുടെ ജീവിതത്തിൽ വന്നു എന്നർത്ഥം. 4:2 യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. വിറ്റുകളഞ്ഞു മീൻസ് അവർ അടിമത്തത്തിലായി പോയി. വെന്റ് ഇൻ ടു സെർവിറ്റ്യൂഡ് ആൻഡ് സഫറിങ് സ്റ്റാർട്ടഡ്. ജീവിതത്തിൽ കഷ്ടത തുടങ്ങിയെന്നാണ്. കഷ്ടത ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? നിലവിളിച്ചു. 3:9 ഒന്ന് ഉറപ്പിച്ചേ. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെന്നസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഞാൻ നിലവിളിച്ചപ്പോൾ മാത്രം മതി. അവരെന്ത് ചെയ്തു? നിലവിളിച്ചു. 3:15 ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ 4:3 ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ ഇത് ബാക്കി നിങ്ങൾ ഇനി തന്നെ വായിച്ചാൽ മതി. സോ ദേ ക്രൈഡ് ഔട്ട്, ദേ കേം ഇൻ സപ്ലിക്കേഷൻ. അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം രക്ഷ അയച്ചു, വിടുതലയച്ചു. 3:9 കെന്നസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ വർക്ക് ചെയ്തോളുമല്ലോ. അപ്പോൾ പാറ്റേൺ മനസ്സിലായില്ലേ? എന്താണ്? സിൻ ലീഡ്സ് ടു സഫറിങ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു സപ്ലിക്കേഷൻ ആൻഡ് ദാറ്റ് ലീഡ്സ് ടു സാൽവേഷൻ. പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കഷ്ടത വരും. കഷ്ടതയിലാണ് നമ്മൾ ദൈവത്തോട് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവർ രക്ഷ കൊടുത്തു, വിടുതൽ കൊടുത്തു. ഈ ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വി ഹിയർ ദ മൊണോട്ടണി ഓർ വി സീ ദ മൊണോട്ടണി ഓഫ് സിൻ. ഒരു മൊണോട്ടണി അല്ലേ ഇവിടെ വാസ്തവത്തിൽ? പിന്നെ അവർ പിന്നെയും പാപം ചെയ്തു. അപ്പോൾ എത്ര ഇത് കണ്ടാലും നമ്മുടെ ഹൃദയത്തിൻ്റെ വിക്കറ്റ്നെസ് ഒന്ന് കാണാൻ വേണ്ടിയായി പറയുന്നത്. എത്ര പ്രാവശ്യമാണോ നോക്കിയേ, അവർ പാപം ചെയ്യുന്നു, ദൈവത്തെ വിട്ട് മാറുന്നു, ഇല്ലേ? ദൈവം കഷ്ടത അയക്കുന്നു, അവർ നിലവിളിക്കുന്നു, ദൈവം വിടുവിക്കുന്നു. അപ്പോൾ അനുഭവത്തിൽ നിന്ന് പോലും ഇവരെന്ത് പഠിക്കുന്നില്ല? പാഠങ്ങൾ പഠിക്കുന്നില്ല. അവർ പിന്നെയും പാപം ചെയ്തുകൊണ്ട്. അപ്പോൾ പാപത്തിൻ്റെ മനുഷ്യൻ്റെ മേലുള്ള സ്വാധീനം എത്ര വലുതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ക്ലാസ് തമ്മിൽ ദൈവാത്മാവ് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചെങ്കിലും പറഞ്ഞു പോവുകയാണ്. രാവിലെ നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ ഒന്നുകൂടെ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? പാപം വളരെ ശക്തമായിട്ട് നമ്മളെ ബാധിക്കുന്നു, പിടിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമുക്കിഷ്ടമുള്ളതുപോലെ നടക്കുവാനുള്ള പ്രേരണ, ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ, ദൈവത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞുകൊണ്ട് അവനവന് ബോധിച്ചതുപോലെ നടക്കുവാനുള്ള പ്രേരണ മനുഷ്യ ഹൃദയത്തിൽ വളരെ ശക്തമാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് വില കൊടുത്തും പാപത്തോട് പോരാടണം. പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അതിൽ നമ്മുടെ രക്തം ഒഴിക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ
മരിച്ചാലും പാപം ചെയ്യുകയില്ല എന്നുള്ളൊരു ഉറപ്പും ഒരു തീരുമാനവും നമ്മുടെ ഉള്ളിൽ വേണം. ആ തീരുമാനം നമുക്ക് ഉള്ളതുകൊണ്ട് മാത്രം നമ്മളൊന്നും ചെയ്യുകയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ശക്തമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് കഴിയാത്തത് നമ്മളെ കൊണ്ട് സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെയും ദൈവം തൻ്റെ വചനത്തെയും ദൈവം തൻ്റെ കൃപയെയും ഒക്കെ നമ്മുടെ ഉള്ളിൽ വ്യാപരിപ്പിച്ചിട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അല്ല, നമുക്ക് തന്നെ ഇതിനെ അതിജീവിക്കാൻ ഒക്കുകയില്ലാത്തത് കൊണ്ടാണ്, ന്യായപ്രമാണത്തിന് പോലും കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മുടെ ഇടയിലേക്ക് പാപം നിമിത്തം അയച്ചത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മരണപുനരുദ്ധാനങ്ങൾ നമുക്ക് വലിയ വിടുതലിന് കാരണമാണ് എന്നുള്ള കാര്യം ഓർക്കുകയും ദൈവത്തിൻ്റെ കോപം ഇനിയും ജ്വലിക്കുവാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി വയ്ക്കാതെ നാം നല്ല പ്രവൃത്തികൾക്ക് വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവരായിട്ടിരിക്കുവാൻ റോമാലേഖനത്തിൽ പറയുന്നത് പോലെ അലസന്മാരായിട്ടിരിക്കുവാനല്ല, എന്ത് വില കൊടുത്തും പാപത്തെ എതിർക്കുവാൻ. പാപത്തെ ഞാൻ സ്നേഹിക്കുകയില്ല, അതിനോട് എനിക്ക് ബന്ധമില്ല, അത് ഞാനുമായിട്ട് ഒരു ഇടപാടുമില്ല, ഞാൻ യേശുവിൻ്റെയാണ്, ഐ ബിലോങ് ടു ജീസസ് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വേണം. ഇസ്രായേൽ മക്കൾക്ക് അതില്ലാതെ പോയെന്നുള്ളതാണ് ഈ പുസ്തകം നമ്മളെ വെളിപ്പെടുത്തി തരുന്നത്. അത് അവർക്ക് സംഭവിച്ചെങ്കിൽ ഇത് നമുക്ക് സംഭവിക്കാം. ഇതല്ലേ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതിയിരിക്കുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ്. അവർക്ക് ദൈവത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടവർക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നമുക്ക് എത്ര അനുഭവം, നമ്മളും കണ്ടിട്ടുള്ളവരാ. പക്ഷേ ചിലതൊക്കെ ചിലപ്പോൾ മറന്നുപോയി കാണും, കുറച്ച് കൊല്ലങ്ങൾ മുമ്പായിരിക്കും. അതുകൊണ്ട് അത് മങ്ങലേറ്റിട്ട് പൊടി പിടിച്ച് കിടന്നിട്ട് ഇല്ല, നമ്മുടെ ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ, അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാണ്. അതുകൊണ്ട് അവൻ ഇന്നും പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഓർത്ത് പാപത്തിന് ഒരു സ്പേസും നമ്മുടെ ഉള്ളിൽ കൊടുക്കരുത്. വാതിൽക്ക് കിടപ്പുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, അവസരം കിട്ടിയാൽ നമ്മളെ പിടിച്ചിടും. അത് അവരെ ഇസ്രായേൽ മക്കളെ ബാധിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത്. അവർ വെൽ ബിഗണാണ് കേട്ടോ, നന്നായിട്ട് തുടങ്ങിയായിരുന്നു. ഞാൻ ആദ്യം വായിക്കാൻ തുടങ്ങിയപ്പം വായിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച് നമുക്ക് നിർത്താം. അവരെങ്ങനെ തുടങ്ങിയെന്നുള്ളത് നമുക്ക് നോക്കിയാൽ അവർ നന്നായിട്ട് ആരംഭിച്ചായിരുന്നു. പക്ഷേ ക്രമേണ മുന്നോട്ട് പോയപ്പോഴാണ് കുഴപ്പമുണ്ടായത്. 1:1 യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. കണ്ടോ, അവർ യഹോവയോട് ചോദിച്ചു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? 3-ാം വാക്യം, യഹൂദ തന്റെ സഹോദരനായ ശിമേനോട്, അതിന് മുകളിൽ കിടപ്പുണ്ട്, യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. അപ്പൊ അവര് ചോദിച്ചു, ദൈവം കൽപ്പിച്ചു. 4-ാം വാക്യം, അങ്ങനെ യഹൂദ പുറപ്പെട്ടു. അപ്പോൾ യഹോവ കനാന്യരെയും പെരിസിരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തുടങ്ങിയതാണ് അവർ. അപ്പം എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞതുപോലെ. എന്നിട്ട് നിങ്ങൾ താഴേക്ക് വന്ന 7-ാം വാക്യം വായിച്ചാൽ, ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവം നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി അതിന് മറുപടിയായി നമുക്ക് വേണ്ട തരത്തിൽ പ്രവൃത്തി നൽകി തരുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതൊക്കെ ഇവർ തുടക്കത്തിൽ കണ്ടു, മനസ്സിലാക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുന്നതൊക്കെ നിർത്തി. ഇല്ലേ, തുടക്കം നന്നായിരുന്നു, കാരണം യോശുവ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ കുറേ പ്രാവശ്യം ഇതൊക്കെ രക്ഷിക്കപ്പെട്ടപ്പം ആപ്ലിക്കേഷൻ ഞാൻ പറയുക, രക്ഷിക്കപ്പെട്ടപ്പം എല്ലാം കൃത്യമായിരുന്നു. എല്ലാം ദൈവത്തോട് ചോദിച്ചും എന്നും പ്രാർത്ഥിച്ചും എന്നും വേദപുസ്തകം വായിച്ചും ഒക്കെ നല്ലൊരു ഇതായിരുന്നു. പക്ഷെ 10-20 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എന്ത് പറ്റി? ആദ്യ സ്നേഹമൊക്കെ പോയി, ഇതൊരു ചടങ്ങായി. എല്ലാം ഈ പറഞ്ഞതുപോലെ പിന്നെയും പാപം ചെയ്തു, പിന്നെയും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. ഇനി ആരെങ്കിലും ഒരു പുനർവിയോഗവുമായിട്ട് വരണം, പിന്നെ ആരെങ്കിലും ബൈബിൾ ക്ലാസ് നടത്തണം. ഇങ്ങനെയൊക്കെയുള്ളൊരു ഇവർക്ക് വന്ന ദുര്യോഗം തന്നെ നമ്മുടെ ജീവിതത്തിലും വരുന്നുണ്ട് എന്നുള്ളതൊന്ന് കണ്ടു ഉണരാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഇത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരിക്കലും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യണ്ട എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുവാൻ കഴിയുമെങ്കിൽ അതിലേക്ക് നമ്മളെ നയിക്കുവാനാണ് ഈ വചനം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നുവല്ലോ. ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത ഈ ദൈവത്തിൻ്റെ പിന്നാലെ പോകുവാൻ ഒരു പ്രാവശ്യം കൂടെ നമ്മളെ സമർപ്പിച്ച് തീരുമാനമെടുത്ത് നമുക്ക് പിരിയാം. അടുത്ത ക്ലാസ്സിൽ ഈ പുസ്തകത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഒരു ക്ലാസ്സും കൂടി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കാനായിട്ടാകാം, കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് മാറാം. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം പരിശോധിക്കുവാൻ ഇടയാക്കിയല്ലോ കർത്താവേ. പാപം ഞങ്ങളെ എത്ര അധികം ബാധിക്കുന്നു എന്നുള്ളത് കാണുവാനും അതിൻ്റെ എല്ലാ കർത്താവ് ലാഞ്ചനകളെയും അതിൻ്റെ എല്ലാ കർത്താവ് പോരാട്ടങ്ങളെയും ഒഴിഞ്ഞിരിക്കുവാനും ഇതൊക്കെ വേണം. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ധാരാളമായിട്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തോട് പോരാടുന്നതിൽ കർത്താവെ പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽപ്പാൻ തക്ക വേണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുവാൻ തക്ക വേണം. ഞങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും കഴിയാതെ ഇരിക്കുമ്പോൾ ഞങ്ങളെ ശക്തനാക്കുന്നവൻ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട്, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം, നിൻ്റെ വചനം കർത്താവ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് അതിൽ ആശ്രയിക്കുവാനും
വിടുതൽ പ്രാപിച്ച് എപ്പോഴും കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരിക്കൽ കൂടി തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം കർത്താവിന് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.